മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇ.ടി. മുഹമ്മദ് ബഷീർ, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൾ മജീദ് ഫൈസി, നസറുദ്ദീൻ എളമരം എന്നിവർ കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ ചർച്ചയ്ക്കെത്തുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ലീഗിന്റെ മതേതര മുഖംമൂടി അഴിഞ്ഞുവിടെന്ന് സിപിഐഎം ആരോപിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 8 മണിയോടെയായിരുന്നു കൂടിക്കാഴ്ച. ഇ.ടി. മുഹമ്മദ് ബഷീർ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരോടൊപ്പം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം, SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി, ഇക്രാമുൽ ഹക്ക് തുടങ്ങിയവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. കൊണ്ടോട്ടിയിലെ KTDC ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഇറങ്ങിവരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പൊന്നാനിയിൽ തോൽവി ഭയന്നാണ് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് കൂടിക്കാഴ്ചയെന്നും മുസ്ലിം ലീഗിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു വീണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. SDPIയുമായും പോപ്പുലർ ഫ്രണ്ടുമായും രഹസ്യ ബാന്ധവം എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. എക്കാലത്തും അവർ എടുക്കുന്നൊരു നിലപാടാണ്. ഈ സംഭവത്തിലൂടെ വെളിവാക്കപ്പെട്ടൊരു കാര്യമുണ്ട്. ലീഗിന്റെ മതനിരപേക്ഷ മുഖംമൂടി, ഞങ്ങൾ മതേതര സംഘടനയാണ് എന്ന് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗിന്റെ കപട മുഖമാണ് തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത്. മുഖംമൂടിയാണ് പിച്ച് ചീന്തപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഗോഡ് ഫാദർ ആണ് എന്ന് ഞങ്ങൾ എക്കാലത്തും പറയാറുണ്ട്. ഞങ്ങളുടെ വിമർശനം ശരിവെക്കുന്നതാണ് ഇന്നലെ നടന്ന രഹസ്യ ചർച്ച. വർഗീയ കക്ഷികളുമായുള്ള മുസ്ലിം ലീഗിന്റെ രഹസ്യബന്ധം ദൃശ്യങ്ങളടക്കം പുറത്തായതോടെ പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ടി സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. സ്വാലിഹ്, ഏറ്റവും അവസാനം പോപ്പുലർ ഫ്രണ്ടിനെ കേരളം ചർച്ച ചെയ്യുന്നത് അഭിമന്യുവിന്റെ കൊലപാതകത്തിലാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നീക്കുപോക്കുകളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? ആനന്ദ്, മലപ്പുറം ജില്ലയിൽ മറ്റു തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ ഇത്തരത്തിലൊരു ആരോപണം ലീഗിനെതിരെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ 2014 മലപ്പുറം മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന 47,000 വോട്ടാണ് ലഭിച്ചിരുന്നത്. പൊന്നാനിയിൽ 26,000 വോട്ട് ലഭിച്ചിരുന്നു. ഇതെല്ലാം ഈ രണ്ട് സ്ഥാനാർത്ഥികളും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും ഇ.ടിക്കും ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ കുറവ് വോട്ടാണ് നേടിയിരുന്നത്. ഇത് പല ഘട്ടങ്ങളിലും ഇവർ തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ തെളിവായി മറ്റ് പാർട്ടികൾ എടുത്തു കാണിക്കാറുമുണ്ട്. ഇത് ഈ പറയുന്നതെല്ലാം ശരിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ച. കൊണ്ടോട്ടിയിലെ KTDCയുടെ ടാർമറന്റ് ഹോട്ടലിലായിരുന്നു നേതാക്കൾ എത്തിയത്. 8:05 ഇ.ടി. മുഹമ്മദ് ബഷീർ എത്തുന്നു. ഒപ്പം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസിയും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായ നസറുദ്ദീൻ എളമരവും ഇക്രാമുൽ ഹക്കും കൂടി ഹോട്ടലിലേക്ക് എത്തുന്നു. ഇവർ 105 മുറി ഇ.ടിയാണ് എടുക്കുന്നത്. ആ റൂമിലേക്ക് ഇവർ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 8:40 പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇതേ ഹോട്ടലിലേക്ക് എത്തുന്നു. അതിനുശേഷം 9 മണിയോടെ ഏതാണ്ട് 8:56 ഇവർ മുറി വിട്ട് പോരുന്നത്. അതിന്റെ ദൃശ്യങ്ങളും സമയവും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ട ഈ കൂടിക്കാഴ്ച വെറും യാദൃശ്ചികമാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും ഇക്കാര്യം യാദൃശ്ചികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം ഇത് സ്വാഭാവികമായ കൂടിക്കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ ചർച്ചകൾ നടത്താറുണ്ട്. ഇത് ഒരു രഹസ്യ ചർച്ചയായിരുന്നില്ല. അതുകൊണ്ടാണ് KTDCയുടെ ഹോട്ടലിലേക്ക് പോയത് എന്ന വിശദീകരണമാണ് SDPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഭാസുരേന്ദ്ര ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഭാസുരേന്ദ്ര ബാബു, ഇ.ടി. മുഹമ്മദ് ബഷീറും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളായ അബ്ദുൾ മജീദ് ഫൈസിയുമായും നസറുദ്ദീൻ എളമരവുമായും ഒരു ഹോട്ടലിൽ റൂമെടുത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ലീഗിന്റെ മുന്നിലുള്ളത് എന്നും നമുക്കറിയാം. എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു? ഈ സന്ദർശനം അല്ലെങ്കിൽ കൂടിക്കാഴ്ചയും ചർച്ചയും രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടുണ്ട്. ലീഗ് അംഗീകരിക്കാൻ നിർബന്ധിതമായതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ആക്ഷേപമോ ആരോപണമോ അല്ല, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നാം മനസ്സിലാക്കേണ്ട ആനന്ദ്, ഇക്കാര്യത്തിനകത്ത് ഈ
ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറം ജില്ലയെ തന്നെ സംശയത്തോടെ അവർ നോക്കുന്ന ഒരവസ്ഥ. എന്തൊക്കെയോ അടിയൊഴുക്ക് നടക്കുന്നുണ്ട് എന്ന് ആ ജില്ലയെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടിക്കും അതുമാതിരി തന്നെ ബഷീറിനും ഒക്കെ തോന്നുന്ന ഒരവസ്ഥയുണ്ട്. കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാക്കണമെങ്കിൽ അവർ എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരുന്ന വിഭാഗങ്ങളെ കൂടി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി കൂടെ കൂട്ടണം. സുരേന്ദ്രബാബു, താങ്കൾ നിരീക്ഷിക്കുന്നത് കോട്ടയിൽ വിള്ളലുകൾ ഉണ്ടാകുമെന്ന് സമുന്നത നേതൃത്വം ഭയപ്പെട്ടു തുടങ്ങിയെന്നാണോ? നിശ്ചയമായും ആ അവസ്ഥ അവർക്കുണ്ട്. കാരണം മുൻകാലഘട്ടങ്ങളിൽ എന്ന പോലെ അല്ല ഇപ്പോൾ അവിടുത്തെ വോട്ട് നില എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് നന്നായി അറിയാം. വോട്ട് നില പുതിയ മാറ്റം വന്നിരിക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിന് മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലിയ മുന്നേറ്റം വോട്ട് നിലയുടെ കാര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും നിർത്തിയാൽ ജയിക്കാവുന്ന അവസ്ഥ, നേതാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ജയിക്കുന്ന അവസ്ഥ ഒന്നും ഇപ്പോൾ മലപ്പുറത്തില്ല. മലപ്പുറവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറവും വിദ്യാഭ്യാസപരമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തത്തിന്റെ രീതികളിലും മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഘടകം. ലീഗിനെ ആ 2 സീറ്റ് ജയിക്കുക എന്നത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം SDPIക്കാരാണത് പുറത്തേക്ക് പോപ്പുലർ ഫ്രണ്ടുകാരാണ് പുറത്തേക്ക് വിട്ടത്. അങ്ങനെ പുറത്തേക്ക് വിട്ടതെങ്കിൽ പോലും അതിൽ വിജയകരമായ ഒരു പര്യവസാനം ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ലീഗ് ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. തീർച്ചയായും വളരെയധികം നന്ദി ഭാസുരേന്ദ്രബാബു. സ്വാലിഹ്, അത് തന്നെയാണ് ഇവിടെ പ്രസക്തമായ ഒരു നിരീക്ഷണം. കോട്ടയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതായി ലീഗിന്റെ നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ? PV അൻവറും VP സാനുവും ഒക്കെ എത്തുമ്പോൾ അത്തരമൊരു ആശങ്ക കൂടി ലീഗിനെ ഇത്തരം കൂടിക്കാഴ്ചകൾക്കും കൂടിയാലോചനകൾക്കും വേഗം നിർബന്ധിക്കുന്നുണ്ടോ? തീർച്ചയായും പൊന്നാനി മണ്ഡലത്തിൽ വലിയ ഒരു ആശങ്ക മുസ്ലിം ലീഗിന് ഉണ്ട്. ഒരു പരാജയ ഭീതി മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. ഈറ്റിയോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിലാണ് പ്രചരണം നടത്തുന്നത്. അദ്ദേഹം ഇതുവരെ മലപ്പുറത്ത് സജീവമായ ഒരു പ്രചരണത്തിന് PK കുഞ്ഞാലിക്കുട്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ SDPIയുമായുള്ള ഇവരുടെ ബന്ധം പൊന്നാനിയിൽ നേരത്തെ തന്നെ ഇവരുടെ വോട്ട് വാങ്ങിയതായി ആക്ഷേപമുള്ള മണ്ഡലമാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് ഈയിടെ നടന്ന 2016 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ SDPIക്ക് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നില്ല. SDPI PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുപോലെ പൊന്നാനിയിലും വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിട്ടുള്ളത്, ഇഖ്റാമുൽ ഹഖ. അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്തി എന്നതാണ് കൗതുകകരമായ വസ്തുത. തീർച്ചയായും ഒരു നിമിഷം കൂടി ദയവായി തുടരൂ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് ചേരുന്നുണ്ട്. ജേക്കബ് ജോർജ്, വളരെ വ്യക്തമായ ചിത്രങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ വലിയ ആശങ്കകളൊന്നുമില്ല. പക്ഷേ കോട്ടകൾ ഇളകുന്നു എന്ന ആശങ്ക ലീഗിന്റെ നേതൃത്വത്തിനുണ്ടോ എന്ന ആശങ്ക വളരെ സുവ്യക്തമായി നമ്മുടെ മുന്നിൽ തോന്നുന്നുണ്ട്. ജേക്കബ് ജോർജ്. എനിക്കും പൊന്നാനിയുടെ കാര്യത്തില് സംശയമുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവിടെ മാർജിൻ UDF കിട്ടിയ മാർജിൻ വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തില് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് മതസംഘടനകളുമായിട്ട് ഇപ്പം സുന്നി ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ലീഗിന് വലിയ അടുപ്പമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. സുന്നി നേതാക്കന്മാര് ലീഗിന്റെ ഭാരവാഹികളായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അതൊരു വലിയ കുറ്റം. മതസംഘടനകൾ എന്ന ഒരു ആനുകൂല്യം ആ പേരുകൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തീവ്രവാദ സംഘടനകളുമായിട്ട് ചർച്ച നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ്. ജേക്കബ് ജോർജ്, അങ്ങനെ തന്നെ പറയാം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൾ മജീദ് ഫൈസിയുമായും നസറുദ്ദീൻ എളമരവുമായുമാണ് ഒരു റൂമിൽ ഇവർ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടത്തിയത്. അതെ, അപ്പോ അങ്ങനത്തെ സംഘടനകളുമായിട്ട് ഒരു കൂട്ടുകൂടുന്നത് ഒരിക്കലും ലീഗിനെ പോലെയുള്ള സംഘടനയ്ക്ക് സംഘടനാപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അത് ശരിയല്ല. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. NSS നേതൃത്വത്തിന്റെ നിലപാട് ഇപ്പോൾ തന്നെയും NSS നേതൃത്വം BJPയുമായിട്ട് പരസ്യമായോ രഹസ്യമായോ ഒരു ഏർപ്പാടും നടത്തുന്നില്ല. ആ ശബരിമല സമയത്ത് അവർ NSS ഒരുക്കിയ ഒരു വേദിയിലേക്ക്, NSS ഒരുക്കിയ ഒരു സമര രീതിയിലേക്ക് BJP കടന്നു ചെല്ലുകയായിരുന്നു. അപ്പോൾ പോലും BJPക്ക് കൈ കൊടുക്കാനോ BJPയുമായിട്ട് കൂട്ടുകൂടാനോ BJPയുമായിട്ട് ഒന്നിച്ചിരുന്ന വർത്തമാനം പറയാൻ പോലും സുമാരന്മാർ തയ്യാറായില്ല എന്നോർക്കണം. ഇപ്പോഴും നില അത് തന്നെയാണ്.
ഇപ്പോഴും NSSന്റെ നിലപാട് അത് തന്നെയാണ്. അങ്ങനത്തെ ഒരു കമ്മ്യൂണൽ നിലപാട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു വിശാലമായ നിലപാട് തന്നെയാണ് NSS ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. അവിടെ മുസ്ലിം ലീഗ് ഇത്തരം സംഘടനകളുമായിട്ട് കൂട്ടുകൂടുന്നത് കേരള സമൂഹത്തിൽ ഒരിക്കലും ആശാസ്യമല്ല. തീർച്ചയായും ജേക്കബ് ജോർജ്, താങ്കളുടെ നിരീക്ഷണം പ്രസക്തമാണ്. തീർച്ചയായും സ്വാലിഹ് തുടരുന്നുണ്ട്. സ്വാലിഹ്, നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന വിശദാംശങ്ങൾ തുടരാം. എങ്ങനെയാണ് ഇലക്ഷന് ഇത്രയും അധികം സമ്മർദ്ദം ലീഗിന് മുകളിൽ വരുന്നത്? ഇത്ര പരസ്യമായ ഒരു ഹോട്ടൽ മുറിക്കുള്ളിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനാ നേതാക്കളുമായി ചർച്ചയിലേക്ക് പോകാനും നീക്കുപോക്കുകൾ ധാരണയുണ്ടാക്കാനുമുള്ള ധൈര്യം എങ്ങനെ ലീഗിന് വരുന്നു? സ്വാലിഹ്. പരാജയ ഭീതി തന്നെയാണ് ആനന്ദ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ മലപ്പുറം ജില്ലയിൽ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. ഏതായാലും അത് ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ആദ്യമായാണ്. ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ സഹിതം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷം മലപ്പുറത്തെ പ്രധാന നേതാക്കളുമായി എല്ലാം തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് ഇല്ല എന്ന്, ഇന്ന് രാവിലെ പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ആവട്ടെ ഇത് ഒരു യാദൃശ്ചികമായ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ 1 മണിക്കൂറോളം നീണ്ട ചർച്ച എങ്ങനെയാണ് യാദൃശ്ചികമായ ചർച്ചയാണ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന് ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഏതായാലും മുസ്ലിം ലീഗിന്റെ മതേതര മുഖം മൂടി ഇതോടെ അഴിഞ്ഞു വീണിരിക്കുന്നു. CPIM ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDFന് തന്നെ വലിയ ഒരു വെല്ലുവിളിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് വിശദീകരിക്കേണ്ട ചുമതല സ്വാഭാവികമായും UDF നേതാക്കൾക്കുമുണ്ട്. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വർഗീയ കക്ഷികളുമായി സഹകരിച്ചു പോകുന്നതിന്റെ അതല്ലെങ്കിൽ രഹസ്യ ബന്ധമുണ്ടാക്കുന്നതിന് UDF നേതൃത്വം സ്വാഭാവികമായും മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പൊന്നാനി മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് SDPI നേതാക്കൾ തന്നെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് ഇനി ഒഴിഞ്ഞു മാറാൻ ഒരു നിവർത്തിയുമില്ലാത്ത സാഹചര്യം കൂടിയാണ് ആനന്ദ് നിലനിൽക്കുന്നത്. സ്വാലിഹ്, ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ്? പോപ്പുലർ ഫ്രണ്ട് ആണോ പുറത്തുവിടുന്നത്? ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ നിസ്സഹായത പരിഹാസ്യമായി ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കൂടി സഹായമുണ്ടെങ്കിലേ വിജയം അനായാസം ഉറപ്പാക്കാനാകൂ എന്ന് പോപ്പുലർ ഫ്രണ്ട് ആധികാരികമായി ഉറപ്പിക്കുകയാണോ സ്വാലിഹ്? മാധ്യമങ്ങളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഇന്നലെ KTDCയുടെ ഹോട്ടലിലാണ് ഇവർ, കൊണ്ടോട്ടിയിലെ ടാർമറന്റ് ഹോട്ടലിലാണ് ഇവർ എത്തിയത്. സ്വാഭാവികമായും നമുക്കറിയാം വാഴക്കാട് മപ്പുറം സ്വദേശികളാണ് പൊന്നാനി സ്ഥാനാർത്ഥിയായ ET മുഹമ്മദ് ബഷീർ. അവരുടെ അതേ നാട്ടുകാരൻ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായ നസറുദ്ദീൻ എളമരം. സ്വാഭാവികമായും ഒരു നേരത്തെ നടത്തിയ ചില കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഹോട്ടലിൽ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നിമിഷം, ഇപ്പോൾ M സ്വരാജ് MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വരാജ്, ഈ ദൃശ്യങ്ങളും വിവരങ്ങളും താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറുമാണ് ചർച്ചയ്ക്ക് എത്തുന്നത്. അബ്ദുൾ മജീദ് ഫൈസി, നസറുദ്ദീൻ എളമരം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ. 1 മണിക്കൂറോളം ചർച്ച. യാദൃശ്ചികമാണ് ചർച്ചയെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതികരിക്കുന്നു. പക്ഷേ പൊന്നാനിയിൽ വിജയം അത്ര എളുപ്പമല്ല, അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ആവശ്യപ്പെട്ടതാണെന്ന് പോപ്പുലർ ഫ്രണ്ടും സ്ഥിരീകരിക്കുന്നു. സ്വരാജ്, ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഉള്ള ആളുകൾക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാവുന്നുണ്ടാവും. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും മുൻപ് LDFന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നവരിൽ ഒരു വിഭാഗം ആളുകൾ ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. മുമ്പ് മുതലേ അങ്ങനെയുള്ള ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് കടുത്ത മത തീവ്രവാദികൾ, അങ്ങനെയല്ലേ സ്വരാജ്? അതെ, തീർച്ചയായിട്ടും. ഞാനത് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. UDF ഭരണകാലത്ത് ഈ പഴയ LDFന്റെ ക്രിമിനൽ സംഘം ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളും, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഇപ്പൊ പരാമർശിക്കപ്പെട്ട 2 നേതാക്കന്മാർ, PK കുഞ്ഞാലിക്കുട്ടിയുടെയും ET മുഹമ്മദ് ബഷീറിന്റെയും ശുപാർശ കത്തുകളോടെ അന്നത്തെ ആഭ്യന്തര മന്ത്രാലയം ഈ പഴയ LDFന്റെ ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ക്രിമിനൽ സെറ്റിന്റെ പേരിലുള്ള പല കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. അന്ന് തന്നെ അതൊരു വിവാദമായിരുന്നു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ
ഇപ്പോഴത്തെ SDP എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ളൊരു അന്തർധാര ഇവർക്കിടയിലുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ മുഖ്യ ശത്രു ഇടതുപക്ഷവുമാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പൊന്നാനി ബാലികാറാമലയായിട്ട് മാറുകയാണ്. കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എടുത്തു നോക്കിയാൽ പൊന്നാനിയിൽ ലീഗിന്റെ മേധാവിത്വം ക്രമാനുഗതമായിട്ട് ഇടിഞ്ഞു വരികയാണ്. കഴിഞ്ഞ തവണയൊക്കെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എന്ന നിലയിൽ കണക്കാക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്ക് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ഉണ്ടാക്കിയത്. ഇപ്പോ അവിടെ മുസ്ലിം ലീഗിന്റെ നില പരുങ്ങല്ലായിരിക്കുന്നു. ലീഗ് പരാജയപ്പെടും എന്ന് പൊതുവെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ആ സമയത്ത് ഈ 2 വിഭാഗത്തിന്റെയും SDPIയുടെയും മുസ്ലിം ലീഗിന്റെയും സംസ്ഥാന നേതൃത്വം, അതിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പേരൂടെ പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാവും. ആ സംസ്ഥാന നേതൃത്വം തന്നെ നടത്തിയിട്ടുള്ള ആദ്യ റൗണ്ട് ചർച്ചകളൊക്കെ മുൻപ് കഴിഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒടുവിലെത്തിയോ മറ്റോ ഘട്ടമായിരിക്കണം ചർച്ച. ഏതായാലും അതിലിപ്പോ ഒരു സംശയത്തിന്റെയോ ആരോപണത്തിന്റെയോ പ്രശ്നമില്ല. SDPIയുടെ ലീഡർഷിപ്പ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ലീഡർഷിപ്പ് പരസ്യമായി സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ സഹായം അഭ്യർത്ഥിച്ചതാണ്, അത് തെരഞ്ഞെടുപ്പ് ചർച്ചയാണെന്നുള്ള കാര്യം അവർ സമ്മതിച്ചു എന്നാണ്. ഇനി പറയേണ്ടത് മുസ്ലിം ലീഗും UDF ആണ്. മുസ്ലിം ലീഗിന്റെ സ്വരാജ്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ ഇന്നലെ മുതൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് പൊതുസമൂഹത്തിനോട് പറയൂ എന്ന്. പക്ഷേ ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത് ഇന്ന് രാവിലെയും ഈ സമയം വരെയും വിളിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണത്തിനും അവർ തയ്യാറാകുന്നില്ല എന്നാണ്. അത് മറ്റേ കയ്യോടെ പിടിക്കപ്പെട്ടവന്റെ നിസ്സഹായതയും ദയനീയതയുമാണ്. പുറത്തു പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇത് എന്താണ് ചർച്ച ചെയ്തത് എന്നും എന്തായിരുന്നു വിഷയം, ഈ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ പകല് പോലെ വ്യക്തമായി. പോപ്പുലർ ഫ്രണ്ട് അത് ഓൺ ചെയ്ത് കഴിഞ്ഞു. മുസ്ലിം ലീഗിന് ജനങ്ങളുടെ മുൻപാകെ ഒരു ന്യായം പറയാനില്ലാതെ മാളത്തിൽ ഒളിക്കേണ്ട ഗതികേട് വന്നിരിക്കും. ഇത് മലപ്പുറം ജില്ലയിലെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കും, ശരിയായ നിലപാട് സ്വീകരിക്കും. സമാധാനകാംക്ഷികളാണ് മലപ്പുറത്തെ ജനങ്ങൾ. ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുടെ സഹായത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെയും അധികാരമുള്ള സമയത്ത് ഇത്തരം ഭീകരരെ സഹായിച്ചിട്ടുള്ളവരെയും ശരിയായി തിരിച്ചറിയാൻ ഈ അവസരം സഹായകരമായി എന്ന് മാത്രമേ എനിക്ക് പറയാം. തീർച്ചയായും സ്വരാജ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. സ്വാലിഹ് തുടരുന്നുണ്ട്. സ്വാലിഹ്, അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? സ്വരാജ് ഒക്കെ നിരീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ സുവ്യക്തമാകുന്നു. സ്വാലിഹ്, എത്ര ശ്രമിച്ചിട്ടും ഈ നേതാക്കളുടെ പ്രതികരണം നമ്മളോട് ഉണ്ടാകുന്നില്ല എന്നത് വ്യക്തമല്ലേ? തീർച്ചയായും. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഈ സമയത്ത് പ്രതികരിക്കുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വെറും യാദൃശ്ചികമായ കൂടിക്കാഴ്ചയായിരുന്നു. ഇക്കാര്യത്തിൽ ET മുഹമ്മദ് ബഷീർ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ET ആവട്ടെ ഇക്കാര്യം ആലോചിച്ച് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുമെന്നാണ് ഇന്നലെ രാത്രി പറഞ്ഞത്. ഏതായാലും 1 മണിക്കൂർ നീണ്ട ചർച്ച യാദൃശ്ചികമാണെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം വിശ്വസിക്കില്ല എന്ന് മുസ്ലിം ലീഗിന് തന്നെ അറിയാം. ഒരു നിമിഷം കൂടി, A റഹീം കൂടി ചേരുന്നുണ്ട്, DYFI സംസ്ഥാന സെക്രട്ടറി. അഡ്വക്കേറ്റ് A റഹീം, എങ്ങനെ കാണുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ 1 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യാദൃശ്ചികമായ പോപ്പുലർ ഫ്രണ്ടുമായുള്ള കൂടിക്കാഴ്ചയെ? ഇത് ഏറെക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ധാർമ്മികമായ രാഷ്ട്രീയ നീക്കമാണ്. ഇത് ഇപ്പോഴേ മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലീഗ് ചെയ്യുന്ന കാര്യമാണ്. അതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇതിനെ നിസ്സാരവൽക്കരിച്ചു പറഞ്ഞത്. ലീഗിനെ സംബന്ധിച്ച് നിസ്സാരമായ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രവർത്തനമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി എതിർക്കുന്നു എന്ന് പറയുകയും എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന് ആവശ്യമായ എല്ലാ രഹസ്യ നീക്കങ്ങളിലും അവർ പങ്കുപറ്റുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലുമുണ്ട്. കഴിഞ്ഞ ശ്രീ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം പോപ്പുലർ ഫ്രണ്ട് വോട്ട് കുറവാണല്ലോ. കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ബോധപൂർവം ഈ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതാണ്. ഇതിനോട് യൂത്ത് ലീഗിന്റെ പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രതിനിധികളെല്ലാം പലപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എല്ലാം വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് കേൾക്കാറുണ്ട്. ആ യൂത്ത് ലീഗ് ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിൽ കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്ന്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ പ്രതികളായ നിരവധി കേസുകൾ, അത് തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ ഉൾപ്പെടെ ഒരു മെല്ലപ്പോക്ക് സമീപനം UDF ഗവൺമെന്റ് സ്വീകരിച്ചു എന്നത് മാത്രമല്ല, നിരവധി കേസുകൾ ഏകപക്ഷീയമായി അകാരണമായി പിൻവലിച്ചു കൊടുക്കുന്ന ഒരു അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. അന്നതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രതിയാക്കപ്പെട്ട കേസുകൾ പിൻവലിച്ചു കൊടുക്കുക, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി നടത്തുന്ന ഇത്തരം രഹസ്യ നീക്കങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന ഉറപ്പുകൾ. തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെയും
പ്രോത്സാഹിപ്പിക്കുക, സമൂഹത്തെ പുലർത്തുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലീഗ്, ഈ ലീഗിനെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം? എന്തായാലും UDF ആയിട്ടാണല്ലോ ലീഗ് മത്സരിക്കുന്നത്. UDFന് വേണ്ടിയായിരിക്കുമല്ലോ വോട്ട് ചോദിച്ചത്, അടച്ചിട്ട മുറിയിൽ രാഷ്ട്രീയ സംഭാഷണം നടത്തിയത്. അപ്പൊ അവിടെ നടത്തിയ വിലപേശലിൽ UDFന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. UDFന്റെ കൺവീനർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കണം. KPCC നേതൃത്വം ഏതാണ് ഇത് സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. KPCC നേതൃത്വം ഇത് സംബന്ധിച്ച് പ്രതികരിക്കണം. ഒരു വശത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ കൂട്ടത്തോടുകൂടി RSSലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് ലീഗിന്റെ നേതാക്കൾ UDFന് വേണ്ടി അടച്ചിട്ട മുറിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, നീക്കുപോക്കുകൾ ഉറപ്പിക്കുന്നു. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പ് മതേതരത്വത്തിന്റെ ശക്തി നിലനിർത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ വാർത്ത. തീർച്ചയായും റഹീം, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. സ്വാലിഹ് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. സ്വാലിഹ്, എന്തൊക്കെ ആയിരിക്കണം പോപ്പുലർ ഫ്രണ്ടുമായി മുസ്ലിം ലീഗ് നടത്തിയ ധാരണകൾ, ചർച്ചകൾ എന്നതിനെ സംബന്ധിക്കുന്ന സൂചനകൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സ്വാലിഹിന് ലഭിക്കുന്നുണ്ടോ ഈ സമയത്തിനുള്ളിൽ? ഈ ഒരു ഘട്ടത്തിൽ പൊന്നാനി തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് വലിയ ഒരു ആശങ്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്തുണ്ടായിരുന്ന ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26,000 കുറഞ്ഞത്. ഈ ഒരു അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ, മണ്ഡലത്തിലുണ്ടായ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ഭൂരിപക്ഷം വെറും 1600 വോട്ടുകൾ മാത്രമാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗും UDFും LDFും തമ്മിലുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മാറാനുള്ള ശ്രമം ET മുഹമ്മദ് ബഷീർ നടത്തുന്നത്. പൊന്നാനിയിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹം മലപ്പുറത്തേക്കും, മലപ്പുറത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിലേക്ക് മാറി മത്സരിക്കണമെന്നൊരു ആലോചന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. എന്നാൽ പൊന്നാനിയിൽ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഇതേ തുടർന്നാണ് മണ്ഡലം മാറ്റം എന്ന ചർച്ച മുസ്ലിം ലീഗിൽ ഇല്ലാതാവുന്നത്. അതേസമയം ET മുഹമ്മദ് ബഷീർ മത്സരിക്കാനെത്തിയതോടെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പൊന്നാനിയിൽ ക്യാമ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ചർച്ച എന്നത് വളരെ ശ്രദ്ധേയമാണ്. കൊണ്ടോട്ടിയിൽ ഏതാണ്ട് ETയുടെയും ഈ നസറുദ്ദീൻ എളമരത്തിന്റെയും ഒക്കെ നാടുകൂടിയാണ്. ഇവിടെയാണ് KTDCയുടെ ഹോട്ടലിൽ ഇവർ ചർച്ചയ്ക്കെത്തുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന രാഷ്ട്രീയ ചർച്ചയാണ് ഈ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റും SDPIയുടെ സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം പൊന്നാനിയിലെ മലപ്പുറം ജില്ലയിലെ ഇവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇക്രാമുൽ ഹക്കുമാണ് ഈ ചർച്ചയ്ക്കെത്തുന്നത്. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും മാത്രം. ഇവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും, ഒപ്പമുണ്ടാകുന്നവർ പോലും റൂമിലേക്ക് കയറുന്നില്ല. ETയാണ് 105 നമ്പർ മുറിയിലേക്ക് ആദ്യം കയറിപ്പോകുന്നത്. തൊട്ടുപിറകെ ഇക്രാമുൽ ഹക്കും അബ്ദുൽ മജീദ് ഫൈസിയും നസറുദ്ദീൻ എളമരവും കയറുന്നു. അതിനുശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തുന്നത്. പിന്നീട് തിരിച്ചിറങ്ങി പോകുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച നിഷേധിക്കുകയല്ല ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത്. നിഷേധിക്കാനാവാത്ത വിധം, പ്രതിരോധിക്കാനാവാത്ത വിധം മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതുകൊണ്ടാണ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിക്കാൻ. ഇപ്പോൾ അബ്ദുൾ മജീദ് ഫൈസി തന്നെ നമ്മളോടൊപ്പം നേരിട്ട് ടെലിഫോണിൽ ചേരുന്നുണ്ട്. അബ്ദുൾ, എന്തായിരുന്നു ഈ ചർച്ച? പൊതുസമൂഹം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ വലിയ അർത്ഥത്തിൽ ഈ ചർച്ചകൾ സമൂഹം പരിശോധിക്കുന്നുണ്ട്. എന്താണ് താങ്കൾ കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന നിലയിലാണോ കാര്യങ്ങൾ? എന്താണ് മനസ്സിലായില്ല. എന്തായിരുന്നു ഈ ചർച്ച എന്നതിനെ സംബന്ധിച്ച്, അതിന്റെ അടിസ്ഥാനം എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയുമോ? ലീഗിന്റെ നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇക്കാര്യം, ഈ കൂടിക്കാഴ്ച അംഗീകരിക്കാനോ അതിന്റെ കാര്യങ്ങൾ പറയാനോ കഴിയില്ല എന്നാണ് ആവർത്തിക്കുന്നത്. അല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ തമ്മില് പരസ്പരം കാണുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. കൊണ്ടോട്ടിയിലുണ്ടായത്, കൊണ്ടോട്ടിയില് യാദൃശ്ചികമായ ഒരു കൂടിച്ചേരലാണ്. അതും ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പബ്ലിക് സ്പേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ തമ്മിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ
വ്യക്തികൾ തമ്മിലിരുന്ന് സംസാരിച്ചത് എന്തെല്ലാമാണ് എന്ന് പുറത്തു പറയുന്നത് ഇതിന് പ്രസക്തിയില്ലല്ലോ. ഞങ്ങള് പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യതയുള്ള നേതാക്കളുമായിട്ടാണ് ലീഗിന്റെ നേതാക്കൾ ചർച്ച നടത്തിയത്. ലീഗ് എടുക്കുന്ന നിലപാട് എന്താണ്? പോപ്പുലർ ഫ്രണ്ടുമായി സൗഹൃദപരമായ നിലപാടാണോ എന്ന് മാത്രമേ ഇപ്പൊ പ്രസക്തമായി ചോദ്യം ഉയരുന്നുള്ളൂ. അല്ല, അത് ലീഗാണ് മറുപടി പറയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ SDP-യുടെ നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് നസറുദ്ദീൻ എളമരം, അദ്ദേഹം നിങ്ങൾക്കറിയാം അവിടെ ET മുഹമ്മദ് ബഷീറിന്റെ അയൽവാസിയാണ്. അദ്ദേഹം ആ നിലയ്ക്ക് പ്രദേശത്തുണ്ടായതുകൊണ്ട് അതിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു നിലവില് ഇതിനെ അനാവശ്യമായ രീതിയിൽ ഇതെന്തോ ഒരു മഹാ അപരാധമാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനെതിരായിട്ടുള്ള സുപ്രചരണം നടത്തും. അല്ല അബ്ദുൾ മജീദ് ഫൈസി, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലീഗ് പറയുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ഉള്ള സംഘടനകളോട് ഞങ്ങൾക്ക് അടുപ്പമല്ല, മതേതരമായ നിലപാടാണ്, തീവ്രവാദ സ്വഭാവത്തിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി? അതും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായി നമ്മുടെ കൺമുന്നിൽ നിൽക്കെ എന്നെ പരിശോധിക്കുന്നുള്ളൂ. അത് മുസ്ലിം ലീഗ് ഏതായാലും പിന്നെ ഈ വ്യത്യസ്ത വിവിധ പാർട്ടികളും സംഘടനകളുമായിട്ടൊക്കെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തില് BJP-യും BJP അല്ലാത്തവരും എന്ന് കൃത്യമായി വേർതിരിയേണ്ട ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തില് BJP അല്ലാത്തവരെയൊക്കെ BJP-യെ പോലെ തന്നെ കാണുക എന്നത് ഒട്ടും ന്യായമല്ല. മുസ്ലിം ലീഗ് അബ്ദുൾ മജീദ് ഫൈസി, അതിലൊരു പ്രശ്നമുണ്ടല്ലോ. BJP ആവണമെന്ന് പറയുന്നതിന് അവർ ഉപയോഗിക്കുന്ന ഒരു കാരണത്തിന് പകരമായി മറ്റൊരു കേന്ദ്രീകരണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്ന നിലയിലാണോ കാര്യങ്ങൾ പറയുന്നത്? ആ കേന്ദ്രീകരണം അനാവശ്യമായി അത് സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തില് മുസ്ലിം ലീഗ് BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമായി മുസ്ലിം ലീഗ് മാത്രമല്ല CPM അടക്കമുള്ള എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിനെ പോസിറ്റീവ്. വളരെയധികം നന്ദി അബ്ദുൾ മജീദ് ഫൈസി. ഈ ഘട്ടത്തിൽ പരിമിതമായെങ്കിലും ഞങ്ങളോട് പ്രതികരിക്കാൻ കഴിഞ്ഞതിന് തയ്യാറായതിന്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി സംസാരിക്കുന്നു തത്സമയം. ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് RSSുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിശാലമായ ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദികളെയും ഹിന്ദുത്വ വർഗീയ ശക്തികളെയും എല്ലാം ഏകോപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് SDPI-യുമായി നടത്തിയിട്ടുള്ള ഈ ചർച്ച ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഇത് അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതാരും അറിയുമായിരുന്നില്ല. മാധ്യമ പ്രവർത്തകന്മാർ വളരെ ജാഗ്രത പാലിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. അതിന് പ്രവർത്തിച്ച മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ തുടക്കമാണ്. മുമ്പും മുസ്ലിം ലീഗ് പ്രതിസന്ധിയിൽപ്പെട്ട കാലത്ത് ഇത്തരം സംഘടനകളുമായി അവർ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനമാണ് ഇത്തവണ ഇവരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പുതിയ കൂട്ടുകെട്ട്. അപകടകരമായ ഈ വർഗീയ കാർഡ് കളിക്കാനുള്ള ലീഗിൻ്റെ നിലപാടിനെതിരെ മതനിരപേക്ഷ ശക്തികൾ രംഗത്ത് വരണം. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ തന്നെ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്ന അവസ്ഥ. കോടിയേരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നമ്മളിപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ചു കൂടി തന്നെയാണ് വളരെ ശക്തമായി CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. സ്വാലിഹ് തുടർന്നുണ്ട്. സാലിഹ്, എന്തൊക്കെ രീതിയിലുള്ള നീക്കുപോക്കുകൾക്കാണ് പൊന്നാനിയിൽ കളമൊരുങ്ങുന്നത്? അത്തരം ആലോചനകളാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് സ്വാലിഹ് നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ തുടരാം. സ്വാലിഹ്, മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. കൊണ്ടോട്ടിയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ എന്നിവർ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും നേതാക്കളായ അബ്ദുൾ മജീദ് ഫൈസി, നസറുദ്ദീൻ എളമരം എന്നിവരെ കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ എത്തി റൂമിൽ 1 മണിക്കൂറോളം ചർച്ച നടത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് പുറത്തുവിടുകയായിരുന്നു. ലീഗ് വളരെ ശക്തമായി നിലപാടെടുക്കുന്ന മത തീവ്രവാദ സംഘടന എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നടന്ന ഈ ചർച്ചയ്ക്ക് വലിയ ഗൗരവമാണ് ഉള്ളത്. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കൃത്യമായ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. സ്വാലിഹ് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ തുടരാം. പൊന്നാനിയിൽ ഏതൊക്കെ നിലയിലുള്ള നീക്കുപോക്കുകൾക്ക് ധാരണ ഉണ്ടായിരിക്കണം?
എനിക്ക് തോന്നുന്നു വോട്ടുകളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള വളരെ കൃത്യമായ അപകടകരമായ നീക്കം, അങ്ങനെ ഒരു ചർച്ച, ആലോചന അവിടെ നടന്നിട്ടുണ്ടാകുമോ? തീർച്ചയായും പൊന്നാനിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ സമയം കൊണ്ടുപോവുകയും അതേസമയം അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് മുസ്ലിം ലീഗിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും പൊന്നാനിയിലും സമാനമായ ചില രീതികളാണ് കാണുന്നത്. അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. പൊന്നാനിയിൽ വളരെ ദുർബലരായ, നമുക്കറിയാം ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ നാട് ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി. ഇങ്ങനെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ BJPക്ക് മത്സരരംഗത്തില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. ഇപ്പോൾ VT രമയാണ് NDA സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ മത്സരിക്കാനെത്തുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 46,000 വോട്ടുകൾ പിടിച്ച SDPI ആണ് ഇത്തവണ ഇക്രാമുൽ ഹക്കിനെ ഇറക്കിയിരിക്കുന്നത്. വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളാണ് ഇത്തരം സംഘടനകൾക്കോ പാർട്ടികൾക്കുമെല്ലാം പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണയുള്ളത്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ മുസ്ലിം ലീഗ് ഇത്തരത്തിലെല്ലാം ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് എന്നതിന്റെ സാഹചര്യം തന്നെയാണ് ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലം. അതായത് ഇപ്പോൾ കോടിയേരിയൊക്കെ പ്രതികരിച്ചത് ലീഗ് SDPI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ട് അപകടകരമായ നിലയുണ്ടാക്കും എന്നാണ്. ഏത് നിലയിലാണ് അത്തരം ഒരു നിരീക്ഷണം നമുക്ക് അവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക സ്വാലിഹ്? തീർച്ചയായും മുസ്ലിം ലീഗിന് ഒരു മതേതര മുഖമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി എല്ലാം കേരളത്തിൽ ഒരു UDFന്റെ ഭാഗമായി നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു മതേതര മുഖം മുസ്ലിം ലീഗിനുണ്ട്. SDPIയുമായുള്ള ലീഗിന്റെ ബന്ധം ഇന്നലെ രാത്രി വരെ ആരോപണം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഒരു വ്യക്തമായ ഒരു തെളിവ് ഇതിനുണ്ടായിരുന്നില്ല. വോട്ടിംഗ് പാറ്റേണുകളും SDPIക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ കുറവും മുസ്ലിം ലീഗിന് ഈ വോട്ടുകൾ വരുന്നതെല്ലാം താരതമ്യം ചെയ്തായിരുന്നു ഇതുവരെ ഈ സംഘടനകളുമായുള്ള മുസ്ലിം ലീഗിന്റെ ബന്ധം കേരളം വിശ്വസിച്ചിരുന്നത്. എന്നാൽ അതിന്റെ വ്യക്തമായ തെളിവുകളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഹോട്ടലിൽ ഇരു പാർട്ടികളുടെയും നേതാക്കൾ നടത്തുന്ന ചർച്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗും UDFും കൊണ്ടെത്തിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇത് കാണുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അത്തരത്തിൽ അഭിപ്രായം ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. SDPI ആവട്ടെ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് നിഷേധിക്കുക പോലുമില്ല. ആദ്യം തന്നെ ഈ ചർച്ച സ്ഥിരീകരിക്കുന്നത് SDPI നേതാക്കളാണ്. അത്തരത്തിലൊരു ചർച്ച രാഷ്ട്രീയമായി തെറ്റില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് എന്ന നിലയിലാണ് SDPI പ്രതികരിച്ചത്. എന്നാൽ അത്തരത്തിലൊരു പ്രസ്താവന പോലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. യാദൃച്ഛികമായി സംഭവിച്ച കൂടിക്കാഴ്ചയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും പൊന്നാനി മണ്ഡലത്തിൽ ഇപ്പോൾ PV അൻവർ തന്നെ ഇതിനോടകം പ്രതികരിച്ചിരിക്കുന്നു. PV അൻവർ ആരോപിച്ചത് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ UDF നേതാക്കൾ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. SDPIയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ UDF നേതാവ് ബെന്നി ബെഹനാൻ പങ്കെടുത്തിരുന്നു എന്ന ആരോപണമാണ് പൊന്നാനിയിൽ മത്സരിക്കുന്ന PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനോടും UDF നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. UDF കൺവീനർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന തലത്തിൽ തന്നെ UDF വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പാർമരന്റെ ഹോട്ടലിലെ KTDC ഹോട്ടലിലെ ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ. ആനന്ദ്, സ്വാലിഹി, പൊന്നാനി LDF സ്ഥാനാർത്ഥി PV അൻവർ സൂചിപ്പിക്കുന്നത് പോലെ ബെന്നി ബെഹനാനൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായി സാധൂകരിക്കാൻ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇല്ലല്ലോ. തീർച്ചയായും ഇതൊരു തുടർ ചർച്ചയായാണ് KTDC ഹോട്ടലിലെ ചർച്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബുധനാഴ്ച വൈകിട്ട് KTDC ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ മാത്രമാണ്. ഇതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമാണുള്ളത്. അത് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും മാത്രമാണുള്ളത്. രണ്ടുപേരും UDFന്റെ സ്ഥാനാർത്ഥികൾ കൂടിയാണ്. അതേസമയം ഇത് മുസ്ലിം ലീഗ് നടത്തി വന്ന ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ UDF നടത്തി വന്ന ഒരു ചർച്ചയുടെ തുടർച്ച മാത്രമാണ് എന്നാണ് അൻവർ ആരോപിക്കുന്നത്. അതായത് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ ഈ SDPIയുമായുള്ള ചർച്ചകൾക്ക്
നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു ചർച്ചകളുടെ തുടർച്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന KTDC ഹോട്ടലിൽ കാണുന്ന നടന്ന ചർച്ച എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ UDF നേതാക്കൾ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. UDF കൺവീനർ തന്നെ മറുപടി പറയണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസുമായി വളരെ അടുപ്പമുള്ള ആളുകൂടിയായിരുന്നു. KSU കാലം തൊട്ട് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് രംഗത്ത് സജീവമായിരുന്നു PV അൻവർ. നമുക്കറിയാം DIC പിളർന്നപ്പോൾ അതിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പൊന്നാനിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ ഞെട്ടിച്ചത്. ആ ഒരു ഭയം മുസ്ലിം ലീഗിന് അദ്ദേഹം പൊന്നാനിയിൽ മത്സരിക്കാനെത്തിയപ്പോഴുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വർഗീയ കക്ഷികളുമായി മുസ്ലിം ലീഗിന്റെ ചർച്ചകൾ നടക്കുന്നത്, അല്ലെങ്കിൽ UDFന്റെ ചർച്ചകൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴീക്കോട് മണ്ഡലത്തിലെല്ലാം അവർക്കെതിരെ ഉയർന്ന ഒരു ആരോപണം ഭൂരിപക്ഷ വർഗീയതയും അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒരേ സമയം കൊണ്ടുപോവുകയും അതിന് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കാറുണ്ട്. രണ്ടു തരം വോട്ടുകളെയും ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരു തന്ത്രങ്ങളാണ് മുസ്ലിം ലീഗ് ഇതിലൂടെ കാണുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപകടകരമായ ഒരു തീർച്ചയായും സ്വാലിഹ വിശദാംശങ്ങൾ വളരെ കൃത്യമാണ് സ്വാലിഹ് തന്നുകൊണ്ടിരിക്കുന്ന. ഏതായാലും ബെന്നി ബഹനാനൊക്കെ ഈ ചർച്ചയ്ക്ക് നേതൃത്വപരമായി പങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന ആരോപണം PV അൻവർ ഉന്നയിക്കുന്നത് അത് ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു ആരോപണമായിരിക്കും. അത് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ UDFന്റെ ഒരു മതനിരപേക്ഷത എന്ന ആശയത്തിനെ തന്നെ തകർത്തെറിയുന്ന നിലയിലുള്ള ആരോപണം കൂടിയാണ് PV അൻവർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മേഘ മാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, അപകടകരം എന്ന പ്രതികരണമാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് ആദ്യം പ്രതികരിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, അല്പം മുമ്പാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം ലീഗിന് കൃത്യമായി തന്നെ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ലീഗ് നടത്തിയത്. വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണ് ഇപ്പോൾ ലീഗ് കരുതിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും UDFും കൃത്യമായ അഭിപ്രായം വ്യക്തമാക്കണം. ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടും SDPI പോലുള്ള സംഘടനകളുമായി ചർച്ച നടത്തിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ലീഗും കോൺഗ്രസും UDFുമാണ് KPCCയുമാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടിയേരി പറഞ്ഞു വെക്കുന്ന കാര്യം കൃത്യമായി വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള അട്ടിമറി കേരളത്തിൽ നടത്താം എന്ന തരത്തിലാണ് ലീഗ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് KTDC ഹോട്ടലിൽ ഇത്തരത്തിൽ ലീഗ് നേതാക്കൾ SDPAയും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായി മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. രഹസ്യമായ ചർച്ചയായിരുന്നു ലീഗ് ഉദ്ദേശിച്ചത്. കൃത്യമായി തെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് ലീഗിനെ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് നയിച്ചത് എന്നാണ് കോടിയേരി പറഞ്ഞു വെക്കുന്നത്. ഇതിനുള്ള മറുപടി കോൺഗ്രസിന്റെയും UDFും KPCC ആണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത്. ഇത്തരത്തിൽ ലീഗ് നടത്തിയ ചർച്ചയ്ക്ക് കോൺഗ്രസ് അവരുടെ അഭിപ്രായം, KPCC അവരുടെ അഭിപ്രായം വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മാധ്യമങ്ങൾ കൃത്യമായി ഇത്തരത്തിലുള്ള രഹസ്യ ചർച്ച പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് ലീഗിന് ഉള്ളത് എന്നാണ്. കാരണം ഹലോ പറഞ്ഞോളൂ മേഘ, കേൾക്കാം. മേഘമാധവനാണ് കോഴിക്കോട് നിന്ന് കോടിയേരിയുടെ പ്രതികരണത്തിന് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പൊന്നാനി മണ്ഡലം LDFന്റെ സ്ഥാനാർത്ഥി PV അൻവർ കൂടി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. PV അൻവർ, താങ്കൾ ഇതിനോടകം ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിങ്ങനെയാണ്: UDF കൺവീനർ ബെന്നി ബഹനാൻ അടക്കമുള്ള സമുന്നത നേതൃത്വവും ഈ ചർച്ചയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന്. ഇത് ആരോപിക്കാൻ താങ്കളുടെ കയ്യിൽ തെളിവുകളുണ്ടോ? ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ആരോപണമായിരിക്കും അൻവർ. തെളിവുകൾ UDF മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെയാണ് അവിടെ ചർച്ച നടന്നിട്ടുള്ളത്. UDF കൺവീനർ ബെന്നി ബഹനാൻ വഴിയിൽ വാഹന തടസ്സമുണ്ടായി എത്താൻ വൈകിയതാണ്. ഈ ചർച്ച കഴിഞ്ഞ് വളരെ വൈകി അദ്ദേഹം വന്ന് ഈ പറയുന്ന KTDCയുടെ ടെർമിനലിന്റെ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്.
പത്രമാധ്യമ പ്രവർത്തകർക്ക് അവിടുത്തെ സ്റ്റാഫുമായി പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. വഴിയിൽ കുടുങ്ങിയ അദ്ദേഹവുമായി ഈ ചർച്ചയിൽ അവർ ടെലിഫോണിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചർച്ച ഇന്നലെ അവിടെ പൂർത്തീകരിച്ചു എന്ന കാര്യം വളരെ വാസ്തവമാണ്. ആദ്യം ഇവരിത് തന്നെ നിശ്ചയിച്ചല്ലേ. എന്താണ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത്? അങ്ങനെ ചർച്ച നടന്നിട്ടില്ല, അങ്ങനെ സംഭവമേ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ അവിചാരിതമായി കണ്ടതാണ്, ഇദ്ദേഹം എന്റെ വീട്ടിന്റെ അടുത്താണ്, എന്താ വേണമെങ്കിൽ ചർച്ച അവിടെ ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന വളരെ ലാഘവബുദ്ധിയോടുകൂടി എക്കാലത്തും മനുഷ്യരെ കളിപ്പിക്കുന്ന അതേ കളിപ്പിക്കൽ കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇ ടിയുടെ സ്ഥിരം രാഷ്ട്രീയം, ആ കപട രാഷ്ട്രീയം, അതിന്റെ വ്യക്തമായ തെളിവല്ലേ ഈ വീഡിയോ ദൃശ്യങ്ങൾ. അതായത് പി വി അൻവർ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏത് മതത്തിന്റെ പേരിലായാലും ഏത് ആശയത്തിന്റെ പേരിലായാലും കടുത്ത തീവ്രവാദം പറയുന്നവരെ ഈ സമൂഹം എന്നും ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അത്തരം തീവ്രവാദപരമായ നിലപാട് മുന്നോട്ട് വെക്കുന്ന NDF-ഉമായും പോപ്പുലർ ഫ്രണ്ടുമായും ലീഗിന് എല്ലാ കാലത്തും ബന്ധമുണ്ടായിരുന്നു എന്ന് സ്വരാജ് ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ പറയുകയുണ്ടായി. അങ്ങനെ തന്നെ കാണണമോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ? അടുത്ത സൗഹൃദം, അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അല്ല, ഇത് ഇവരുടെ പലപ്പോഴും ഇതിന്റെ പലരും ലീഗ് നേതൃത്വവും ഇവരുടെ നേതൃത്വമായുണ്ടാകുന്ന അവിഹിത ബന്ധം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഫൈസി പറയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംസാരിച്ചാൽ, CPIയുടെ നേതാവ് ഫൈസി പറഞ്ഞത്, ഇപ്പൊ പത്രസമ്മേളനം മനോരമയിൽ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. SDPI ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗും പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയുകയും ആളുകളുടെ മുമ്പിൽ ആ രീതിയിൽ കാണിക്കുകയും ഞങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുകയും രാത്രിയിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വോട്ട് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം SDPIക്ക് എത്ര വോട്ടാണ് കിട്ടുന്നതെന്ന്. SDPI രാഷ്ട്രീയമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അവർക്ക് എത്ര വോട്ടുണ്ട് എന്ന് മലപ്പുറം ജില്ലയിലെ പത്രപ്രവർത്തകർക്കറിയാം. ആ വോട്ട് അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അൻവർ, ഒരു കാര്യം കൂടി, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കുന്നത്. രണ്ട് മുന്നണികളും കേരളത്തിലെ സാധാരണക്കാരോട് ഈ ആശയം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന്. അങ്ങനെയെങ്കിൽ എന്തു വില കൊടുത്തും ജയിച്ചേ മതിയാകൂ പൊന്നാനിയിൽ എന്ന ഭീതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ടോ ഇതിനോടകം? അത്ര കണ്ട് എന്താണ് പറയുന്നത്? അത് തന്നെയല്ല ഇതിന്റെ കാരണം. അത് തന്നെയല്ല, ഈ ഭീതി മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് പൊന്നാനി മണ്ഡലം പോയി കഴിഞ്ഞിരിക്കുന്നു. 40 വർഷമായി അവരുടെ കയ്യിലാണ് ഈ മണ്ഡലം. കഴിഞ്ഞ 10 വർഷമായി നിൽക്കുന്ന MP വീണ്ടും മത്സരത്തിന് വരുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്. ഈ വികസനത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഇഞ്ച് ആ മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് UDF-കാർ അവിടെ ശക്തമായി ആവശ്യപ്പെട്ടതാണ്. ഈ ചർച്ച കേരളത്തിൽ നടന്നതാണ്. ആ UDF-നെയും ബഹുജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ലീഗിന്റെ അടിമത്ത വ്യവസ്ഥയോടു കൂടി ഞങ്ങൾ പറയുന്നതിന് സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ആ അടിമത്ത സ്വഭാവം ആ മണ്ഡലത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ETയുടെ സ്ഥാനാർത്ഥ്യത്തിലൂടെ ലീഗ് തെളിയിച്ചത്. അതിനെതിരെ ജനം പ്രതികരിച്ചു തുടങ്ങി. ആ ഭയപ്പാടിൽ നിന്ന് എവിടുന്നാണ് വോട്ട് കിട്ടാനുള്ളത്? എന്ത് തോന്നിവാസം ചെയ്താലും ആ വോട്ട് സംഘടിപ്പിക്കുക, എന്ത് അനീതി കാട്ടിയാലും കുറച്ച് വോട്ട് സംഘടിപ്പിക്കുക എന്ന രാഷ്ട്രീയമായിട്ടാണ് ലീഗ് നേതൃത്വം പോകുന്നത്. ലീഗ് അണികളിത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ഒട്ടനവധി പ്രതിഷേധമുള്ള നല്ലവരായ മതേതര ചിന്തയുള്ള ലീഗ് പ്രവർത്തകർ അവിടെയുണ്ട്. അവര് ആ നാടിന്റെ ബഹുസ്വരത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ മാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന കുടില തന്ത്രങ്ങളുടെ ഭാഗമാണ് കൊണ്ടോട്ടിയിൽ നടത്തിയ ഇവരുടെ ഈ ചർച്ച. അതായത് പി വി അൻവർ, UDF-ഉം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. UDF-ഉം താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ബെന്നി ബെഹനാന് വാഹനം മുടങ്ങിയത് കാരണം അവിടേക്ക് എത്താൻ കുറച്ചു സമയം താമസിച്ചു പോയതാണ്. എന്തു വില കൊടുത്തും പിടിക്കേണ്ടുന്ന സാഹചര്യം പൊന്നാനിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇനി പോപ്പുലർ ഫ്രണ്ടോ SDPI-യോ ആരുമായും ഇപ്പോൾ അവർ തന്നെ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചർച്ച നടത്തുമെങ്കിൽ പരസ്യമായ ഒരു ഹോട്ടലിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമോ എന്നാണ്. പക്ഷേ UDF-ന്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ അതിലേക്കും പോയേ മതിയാവൂ. കാരണം അത്ര കണ്ട് നിരാശാജനകമാണോ കാര്യങ്ങൾ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണും നട്ടിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ. കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നു പോയിട്ട് പോലും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയ നേതൃത്വം, ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ പോകുന്നത്, സീറ്റ് നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതൃത്വമുള്ള കേരളത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വന്നു പോയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷത്തിലാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യും ഇവിടെ? അതിനോട് കൂട്ടി വായിക്കണം ഇതൊക്കെ. ശബരിമല വിഷയത്തിൽ ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയത ചർച്ച ചെയ്യണം എന്ന് പറയുന്നു, ലീഗ് പറയുന്നു, കോൺഗ്രസ് പറയുന്നു. മതേതര ചിന്തകരായിട്ടുള്ള കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം
വോട്ട് ചെയ്യുമെന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണിത്. തീർച്ചയായും പി വി അൻവർ, ഈ ഘട്ടത്തിൽ വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങളാണ് താങ്കൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചത്. വളരെയധികം നന്ദി. സ്വാലിഹ് ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. സ്വാലിഹ്, നമുക്ക് ഇനി പരിശോധിക്കേണ്ട ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. ഈ ചർച്ച, ഈ കൂടിക്കാഴ്ച യാദൃശ്ചികം എന്ന് പറയുന്ന നേതൃത്വത്തിനെ നമ്മൾ പരിശോധിക്കണം. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടന്നുവെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഈ ചർച്ച അവിടെ നടന്നത്? ആരൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ ക്യാമറ വിഷ്വൽസിൽ പതിഞ്ഞിട്ടുള്ള നേതാക്കൾ? ഇത് സംബന്ധിച്ച കൃത്യമായ, അതായത് ഇനി ലീഗിന് പോലും തള്ളിക്കളയാൻ കഴിയാത്ത നിലയിലുള്ള കൃത്യമായ വിശദീകരണം വേണം. സ്വാലിഹ്. തീർച്ചയായും ആനന്ദ്, ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, അതിലെ ടൈം കോഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര സമയം അവർ ചെലവഴിച്ചു എന്ന്. ഏതാണ്ട് കൃത്യം 8:04 ഇ.ടി. മുഹമ്മദ് ബഷീർ നടന്ന് വരുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് 105-ാം നമ്പർ മുറിയിലേക്ക് അദ്ദേഹം കയറിപ്പോകുന്നു. ഒപ്പം SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന പ്രസിഡന്റുമാരായ നസറുദ്ദീൻ എളമരവും അബ്ദുൽ മജീദ് ഫൈസിയും ഇക്രാമുൽ ഹക്കും കൂടെ നടന്നു കയറുന്നു. എന്നാൽ ആ മുറിയിലേക്ക് 8:44 മാത്രമാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തുന്നത്. 8:56 ഇവർ മുറി വിട്ട് പോരുകയും ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി എത്തിയതിനു ശേഷം ഏതാണ്ട് 11 മിനിറ്റോളമാണ് ചർച്ച ഉണ്ടായത്. അതിനു മുൻപ് ഏതാണ്ട് 1 മണിക്കൂറോളം 8:04 മുതൽ 8:56 വരെ ഇ.ടി. മുഹമ്മദ് ബഷീറും അബ്ദുൽ മജീദ് ഫൈസിയും ഇക്രാമുൽ ഹക്കും നസറുദ്ദീൻ എളമരവും ഹോട്ടലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അടച്ചിട്ട മുറിയിൽ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലേക്കാണ് PK കുഞ്ഞാലിക്കുട്ടി വന്നു കയറുന്നത്. അതിനുശേഷം അവർ മടങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. സമയം ഉൾപ്പെടെയാണ് നമുക്ക് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത് നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തരത്തിൽ ഇതൊരു യാദൃശ്ചിക കൂടിക്കാഴ്ച എന്നൊക്കെ പറയുന്നത്. ഏതാണ്ട് ഈ 1 മണിക്കൂറോളം നീണ്ട യാദൃശ്ചിക കൂടിക്കാഴ്ച കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലാണ് ഇതിന് UDFനെ പോലും സംസ്ഥാന തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണമാണ് UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പി അൻവർ സൂചിപ്പിച്ചതുപോലെ ബെന്നി ബെഹനാൻ കൂടി അറിവോടുകൂടെ, UDFന്റെ അറിവോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നിട്ടുള്ളത് എങ്കിൽ അത് തീർച്ചയായും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിൽ അല്ല സ്വാലിഹ്, ആ കാര്യം നമ്മൾ അദ്ദേഹത്തോട് ഇപ്പോൾ ചോദിച്ചതുമാണ്. ബെന്നി ബെഹനാൻ ഇതിൽ പങ്കുണ്ടോ എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം UDF കേരളത്തിനോട് പങ്കുവയ്ക്കുന്ന മതനിരപേക്ഷതയുടെ സന്ദേശത്തിനെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിർദ്ദേശം UDF കൺവീനർ തന്നെ നൽകിയിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവമാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഈ ഹോട്ടലിലേക്ക് തന്നെ അദ്ദേഹം വരുന്നുണ്ടായിരുന്നു, ചില വാഹന തടസ്സങ്ങൾ കാരണം അദ്ദേഹം താമസിച്ചു, ഇവിടേക്ക് തന്നെ എത്തി ഈ ചർച്ചകളെ കോർഡിനേറ്റ് ചെയ്താണ് മടങ്ങിയത് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് വിവരങ്ങൾ ലഭിച്ചു എന്നാണ് PV അൻവർ നമ്മളോട് പ്രതികരിച്ചത്. സ്വാലിഹ്. തീർച്ചയായും നമുക്കറിയാം, ഇന്നലെ രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മലബാറിൽ മറ്റു പരിപാടികളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ UDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്തിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെയാണ്, ബുധനാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ച നടന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇങ്ങനൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. UDF നേതൃത്വത്തിന്റെ അറിവോടെ ആയിരിക്കാം ഇവരെത്തിയത് എന്നത് തള്ളിക്കളയാനാവില്ല. ഇന്നലെ വൈകിട്ട് ഇ.ടി. മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും സ്വന്തം മണ്ഡലങ്ങളിൽ പോലുമില്ല, ഇരുവരും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലാണ്, കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. UDF നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. SDPI നേതാക്കളും ഇന്നലെ രാത്രി കോഴിക്കോട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അബ്ദുൽ മജീദ് ഫൈസി ഉൾപ്പെടെയുള്ളവർ ഇന്നും അവരുടെ പരിപാടികൾ കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള ഒരു ചർച്ച ഈ KTDC ഹോട്ടലിലെ ദൃശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇതൊരു തുടർ ചർച്ചയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായും അൻവർ സൂചിപ്പിച്ചതുപോലെ UDF കൺവീനറുടെ പങ്കാളിത്തമാണ് ഇനി ഇക്കാര്യത്തിൽ വ്യക്തമാവേണ്ടത്. അതായത് സ്വാലിഹ്, ഇതിൽ UDF കൺവീനർക്ക് പങ്കുണ്ട് എന്ന നിലയിൽ കാര്യങ്ങൾ വന്നാൽ അത് UDFന്റെ കൂടി അറിവോടെ എന്നല്ലാതെ പറയാൻ കഴിയില്ല. കാരണം അത്രയും നിർണായകമായും ആധികാരികമായും PV അൻവർ തന്നെ ഈ ഘട്ടത്തിൽ നമ്മളോട് ആവർത്തിച്ചത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ലീഗിന് ഈ ചർച്ചകൾ പുതുമയായിരിക്കില്ല, അത്ഭുതമുള്ള കാര്യങ്ങളായിരിക്കില്ല.
സ്വാലിഹ് തുടരുക ദയവായി. ഇപ്പോൾ പി വി അൻവർ വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പി വി അൻവർ, ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചതാണ്, വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് താങ്കൾ ഞങ്ങളോട് പങ്കുവച്ചത്, ബെന്നി ബെഹനാന്റെ ഇക്കാര്യത്തിലുള്ള പങ്ക്. അങ്ങനെയെങ്കിൽ UDF ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. ലീഗിന് ഇത് സംബന്ധിച്ച് അത്ഭുതങ്ങളുമില്ല, കാരണം അവർ ഈ ചർച്ച നേരത്തെയും നടത്തിയിട്ടുണ്ടാകും, ഇപ്പോഴും തുടരുന്നു. പക്ഷേ UDFന് കൂടി നിർണായകമായി ഇതിന്റെ സാന്നിധ്യം അറിയിച്ച് ഇങ്ങനെ ഒരു ചർച്ച കൂടി ഉണ്ടായാലേ മതിയാകൂ എന്ന് ചിന്തിപ്പിക്കുന്ന നിലയിൽ പൊന്നാനി മാറിയോ? ഈ ബെന്നി ബെഹനാന്റെ സാന്നിധ്യത്തിനെ കുറിച്ച്, അതിന്റെ ഇടപെടലിനെ കുറിച്ച് നിർണായകമായി താങ്കൾക്ക് ഞങ്ങളോട് പറയാൻ എന്താണുള്ളത്? അല്ല, അത് വളരെ കൃത്യമാണ്. മുൻകൂട്ടി UDFന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഇവർ ഈ ചർച്ച വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ച സമയത്ത് ET മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും SDPയുടെ നേതാക്കളും അവിടെ എത്തുന്നത്. യാത്രയിലായിരുന്ന വിദൂരത്തു നിന്ന് വരുന്ന ബെന്നി ബെഹനാന് സമയത്തിനവിടെ എത്താൻ കഴിയില്ല. ആ എത്താൻ കഴിയാത്തതിന്റെ പേരിൽ അവിടെ ഇരുന്ന് അവർ കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പോൾ ബെന്നി ബെഹനാനുമായുള്ള ചർച്ച ഫോണിൽ നടത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് രാത്രിയിൽ അദ്ദേഹം അവിടെയാണ് തങ്ങിയിട്ടുള്ളത്. വൈകി അവിടെ എത്തി ഒന്ന് കിടന്നുറങ്ങുകയാണ്. അതായത് ബെന്നി ബെഹനാൻ ഈ ചർച്ച നടന്ന ഹോട്ടലിലേക്ക് തന്നെ എത്തി അവിടെയാണ് അന്നത്തെ ദിവസം തങ്ങുന്നത് എന്നാണോ? തങ്ങിയത് അവിടെ തന്നെയാണ് അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളത്. അത് പത്രക്കാർക്ക് പോയി നോക്കിയാൽ ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, സർക്കാരിന്റെ കയ്യിലുള്ളതാണ്. തീർച്ചയായും അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. താങ്കൾ സൂചിപ്പിക്കുന്ന ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിച്ചാൽ അത് തീർച്ചയായും മനസ്സിലാകും. തുടരൂ അൻവർ, പറയൂ. ഇങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ? അത് വാസ്തവമായ ഇവർ തുടക്കം മുതലേ പറഞ്ഞത് അങ്ങനെ സംഭവം ഉണ്ടായില്ലെന്ന്. വീഡിയോ വന്നപ്പോഴല്ലേ അവർ സമ്മതിച്ചത്, പിന്നെയല്ലേ അവര് കിടന്ന് മറിയുന്നത്. ഇതൊരു പരസ്യമായ സംഗതിയല്ലേ, രഹസ്യമായ സംഗതി പരസ്യമായി ഇങ്ങനെ പല ചർച്ചകളും പലരുമായിട്ട് ഇവർ നടത്തുന്നു. അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു മാർഗവുമില്ല. കേരളത്തിലെ ജനങ്ങൾ അവരെ തിരസ്കരിച്ച അവസ്ഥയാണ്. കോൺഗ്രസ് പ്രവർത്തകർ മാനസികമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടത്തേണ്ടവർ ചർച്ച നടത്തുന്ന ഈ രാജ്യത്തെ വർഗീയവാദികളും വർഗീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലരുമായിട്ടാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ അവസാനം 2004 18 സീറ്റാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ, LDFന് ലഭിച്ചെങ്കിൽ 18-നെക്കാളും ഒരു സീറ്റെങ്കിലും ജയിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ 2019 തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. പി വി അൻവർ, SDPI നേതാക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരം കൂടിയാലോചനകളും ചർച്ചകളും ആദ്യമല്ല, പുതിയ കാര്യമല്ല. അത് നിങ്ങളും പി വി അൻവറും ഇപ്പോൾ ഞങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. പക്ഷേ അവർ പറയുന്നത് ഇതിനെ ഒരു സൗഹൃദപരമായ കൂടിക്കാഴ്ചയെ എന്തിന് ഊതിപ്പെരിപ്പിക്കണം എന്നാണ്. കാരണം അവർ സമ്മതിക്കുന്നില്ലല്ലോ ഇപ്പോഴും തീവ്രവാദപരമായാണ് അവർ സമൂഹത്തിൽ ഇടപെടുന്നത് എന്ന്. പക്ഷെ ലീഗ് പറയുന്നുമുണ്ട്. അൻവർ, അല്ല, നമ്മൾ ആ കാര്യത്തിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതിന് പരിമിതികളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഈ കാര്യത്തിൽ പലപ്പോഴും നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വർഗീയ കക്ഷികളുമായി ഒരു സഖ്യത്തിനും തയ്യാറല്ല. ശബരിമല വിഷയത്തിൽ തന്നെ പാർട്ടി വ്യക്തമാക്കിയതല്ലേ. വോട്ടും സീറ്റും നോക്കിയല്ല ഇടതുപക്ഷവും CPM-ഉം നിലപാടെടുക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ പൊന്നാനിയിൽ നേരിടുന്നത്. അവിടെ ഒരു മതേതര മനസ്സ്, ഒരു സമൂഹമുണ്ട്. ആ സമൂഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവിടെ വർഗീയത കുത്തിപ്പൊക്കാൻ ശ്രമിച്ച ശക്തികൾക്കെതിരെ കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൽ അവിടുത്തെ എല്ലാ സമൂഹവും മാനസികമായി എന്നെ കൂടെ നിൽക്കും, ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നവർ എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തിരക്കുള്ള സമയമാണെന്നറിയാം, എങ്കിലും ഈ ലീഗ് മലപ്പുറത്തും പൊന്നാനിയിലും നടത്തുന്ന പൊതു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ ഉണ്ടല്ലോ, ജനങ്ങളോട് പരസ്യമായി സംസാരിക്കുന്ന വേദികൾ. ഈ വേദികളിൽ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയോടും സൗഹൃദപരമായ നിലപാടെന്നാണോ, അതോ കടുത്ത വർഗീയ സംഘടനകൾ എന്ന നിലയിൽ ബഹുദൂരം ഞങ്ങൾ അകലം പാലിക്കുന്നു, ഞങ്ങൾ മതേതര പ്രസ്ഥാനം എന്നാണോ ലീഗ് ആവർത്തിക്കുന്നത് ജനങ്ങളോട്? ഓക്കെ, അല്ല, അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോട് എന്താണ് ഇക്കാര്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പറയുന്ന വർത്തമാനങ്ങളിൽ നിന്ന് അവരുടെ വാക്കുകൾ എന്താണ്? അല്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനം അവരാണെന്നാണ്. അത് പണ്ടും പറയുന്നല്ലേ. അവരുടെ ആ തനി സ്വഭാവം എന്താണ് എന്ന് പച്ചയായി എന്ന് ജനങ്ങള് പലപ്പോഴും അറിഞ്ഞിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ തീവ്രമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെയധികം നന്ദി പി വി അൻവർ. ഈ ഘട്ടത്തിൽ താങ്കൾ സ്ഥാനാർത്ഥിയാണ്, തിരക്ക് പിടിച്ച സമയമാണ്. ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വാർത്തയായതുകൊണ്ടാണ് താങ്കളിലേക്ക് വീണ്ടും എത്തിയത്. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, താങ്കളുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് KT സ്വാലിഹാണ്. സ്വാലിഹ് നമ്മളോടൊപ്പം തുടരുന്നു.